സർക്കാരിനെതിരായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന പര്യടനം നയിക്കുക പ്രതിപക്ഷ നേതാവ് വി സതീശനല്ല, മറിച്ച് KPCC പ്രസിഡന്റ് സുധാകരനായിരിക്കും. നിയമസഭാ സമ്മേളന കാലയളവിൽ യാത്രാ തീയതി നിശ്ചയിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം പരമാവധി കുറയ്ക്കാൻ എന്ന ആരോപണവും സമരാഗ്നി എന്ന പ്രതിഷേധത്തിന്റെ മുകളിലൂടെ സമരാഗ്നിയായി കത്തിപ്പടരുകയാണ്. കോൺഗ്രസിൽ പതിവായ ഗ്രൂപ്പ് പോര് തുടരുകയാണ് എന്നതിന്റെ സൂചനകളാണിത്. സമരാഗ്നി എന്ന പേരിൽ KPCC നടത്തുന്ന കേരള പര്യടനം ജനുവരി 21-ന് തുടങ്ങും. ജാഥ സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന പര്യടനം ഒരു മാസം നീണ്ടു നിൽക്കും. ഫെബ്രുവരി 21-ന് തിരുവനന്തപുരത്തായിരിക്കും സമാപനം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് ജാഥ സമാപിപ്പിക്കുക. സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. ജനുവരി 19-ന് നിയമസഭ തുടങ്ങാനിരിക്കെ യാത്രയുടെ തീയതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദം. 21-ന് പ്രതിപക്ഷ നേതാവും മറ്റ് MLA-മാരും നിയമസഭയിലായിരിക്കും. ഇവർക്ക് 21-ന് സഭ വിടാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ അവർക്ക് പങ്കെടുക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ് യാത്രയുടെ തീയതി. KPCC അധ്യക്ഷൻ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി സതീശനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശീതസമരത്തിന്റെ ബാക്കി പത്രമാണോ ഇപ്പോഴത്തെ KPCC അധ്യക്ഷന്റെ നീക്കമെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംശയമുയരുന്നുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയത് പ്രതിപക്ഷ നേതാവിനാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജാഥ നയിച്ച് ശക്തി തെളിയിക്കാനും സുധാകരൻ ശ്രമിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സർക്കാരിനെതിരായ വികാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 140 മണ്ഡലങ്ങളിലൂടെയും യാത്ര നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമായി ആരംഭിക്കാൻ KPCC എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരുന്നു. പ്രസിഡന്റ് സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് വി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി എന്ന പേരിലുള്ള സംസ്ഥാനതല ജാഥ ജനുവരി 21-ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി അവസാനം തിരുവനന്തപുരം ജില്ലയിൽ സമാപിക്കും എന്നതാണ് പ്രത്യക്ഷത്തിൽ യോഗം എടുത്തിരിക്കുന്ന തീരുമാനം. എന്നാൽ പ്രതിപക്ഷ നേതാവും MLA-മാരും സഭകളിലും സുധാകരൻ യാത്രയിലുമായിരിക്കും എന്നതാണ് വിരോധാഭാസവും. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തും. ജാഥയുടെ ക്രമീകരണങ്ങൾക്കായി ജനുവരി 3, 4, 5 തീയതികളിൽ ജില്ലാതല നേതൃയോഗങ്ങൾ സംഘടിപ്പിക്കും. ഇതിൽ KPCCയുടെ ഒരു ടീം പങ്കെടുക്കും. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ അതത് ജില്ലകളിൽ പുറത്തുള്ള 140 പേർക്ക് ചുമതല നൽകും. തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടാൻ 20 വാർ റൂമുകൾ ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ തുറക്കും. KPCCയിൽ സെൻട്രൽ വാർ റൂം പ്രവർത്തിക്കും. ജനുവരി 7-ന് വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പ് എന്ന പേരിൽ 5000 വനിതകൾ പങ്കെടുക്കുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതിയും പ്രതിക്ക് ശിക്ഷയും ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ആവശ്യം. 7-ന് ഉച്ചയ്ക്ക് 2-ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കും. സംസ്ഥാനത്തെ കാർഷിക മേഖലയെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സംസ്ഥാന സർക്കാർ കുറ്റകരമായ അനാസ്ഥയിലാണ്. റബ്ബറിന് 250 രൂപ വില ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരമേറ്റവർ ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാതെ കർഷകർ കടക്കെണിയിലാണ്. കർഷക ആത്മഹത്യകൾ തുടരുകയാണ്. വന്യജീവി ശല്യം രൂക്ഷമായിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല. സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മറിയക്കുട്ടിയെ പോലുള്ള 50 ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നത്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാത്തത് മൂലം വലിയൊരു ജനവിഭാഗം കൊടിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് രൂപം നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.